ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് FATF, പോലാവരം പ്രൊജക്ട്, US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ട്, വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ചാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു വാർത്തയുണ്ട്. അതായത് ഇന്ത്യ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഔട്ട്കംസ് ഒക്കെ ഈ FATFന്റെ ഇവാലുവേഷനകത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് 1989 നടന്നിട്ടുണ്ടായിരുന്ന G20 മീറ്റിംഗിൽ, അതായത് അന്ന് പാരീസിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന G20 മീറ്റിംഗിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെന്നോ ഓർഗനൈസേഷനെന്നോ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്ന് ലോകത്തിൽ മണി ലോണ്ടറിങ് അതുപോലെ തന്നെ ടെറർ ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള വാച്ച് ഡോഗുകളിലൊന്നാണ് FATF എന്ന് പറയുന്നത്. പക്ഷേ FATFന് യുണൈറ്റഡ് നേഷൻസുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇന്റർനാഷണൽ UN-ന്റെ കീഴിലുള്ള ട്രീറ്റീസുമായിട്ടോ ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ലോകത്തിലെ പ്രധാനപ്പെട്ട എക്കണോമീസ് എല്ലാം തന്നെ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ G7 ലോകത്തിന് ഡോമിനേറ്റ് ചെയ്തിരുന്നതുകൊണ്ടും ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പാരീസിലാണ്. നിലവിൽ 40 അംഗങ്ങളാണ് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനകത്തുള്ളത്. അതിനകത്ത് യൂറോപ്യൻ കമ്മീഷൻ ഉൾപ്പെടെ 40 അംഗങ്ങളാണുള്ളത്. ഇന്ത്യ 2010 തൊട്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് യൂറോപ്യൻ യൂണിയൻ അടക്കം 40 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറയുന്ന സമയത്തും ഓർത്തിരിക്കുക, ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ 39 മെമ്പേഴ്സേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. കാരണം 2023 ഫെബ്രുവരിയിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ റഷ്യനെ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ചെയ്യുന്ന അവരുടെ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നെന്ന് പറയുന്നത് ഡ്രഗ് ട്രാഫിക്കിങ്, അതുപോലെ തന്നെ ഇല്ലിസിറ്റ് ആയിട്ടുള്ള ആംസ് ട്രേഡ്, സൈബർ ഫ്രോഡ്, അതുപോലെ തന്നെ മറ്റുള്ള സീരിയസ് ക്രൈംസ്, ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫണ്ടുകൾ ഉണ്ടാകും അല്ലെങ്കിൽ പണത്തിൻ്റെ ഒഴുക്കുണ്ടാവും. അതിനെ കൃത്യമായിട്ട് തടയാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനും അതിനെ ട്രാക്ക് ഡൗൺ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നൊരു ഏജൻസിയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് കൂടാതെ ഈ നാഷണൽ അതോറിറ്റീസ്, ലോകരാജ്യങ്ങളിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാഷണൽ അതോറിറ്റീസ് ആ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ശ്രമിക്കാറുണ്ട്. അപ്പം നിലവിൽ 40 രാജ്യങ്ങളാണ് ഈ FATFന്റെ ഭാഗമായിട്ടുള്ളതെങ്കിലും ഈ FATF സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാൻ 200ഓളം രാജ്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിത് അംഗീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി തുടക്ക കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ പ്രധാനപ്പെട്ട ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ മോണിറ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനമായിട്ടും ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മണി ലോണ്ടറിങ്ങിനെ, അതായത് കള്ളപ്പണം വെളുപ്പിക്കലിനെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വെസ്റ്റേൺ വേൾഡിനകത്ത് ഇപ്പം നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കാണാൻ പറ്റും ഈ ടെററിസം എന്നുള്ള സംഭവം ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സോക്കോൾഡ് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറുന്നത് September 11 ഭീകരാക്രമണത്തിന് ശേഷമാണ്. കാരണം അതിനു മുമ്പും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ ടെററിസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള ആഗോളതലത്തിലുള്ള നടപടികൾ ആവശ്യപ്പെട്ടിരുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കയുടെ വളരെ ഹിപ്പോക്രാറ്റിക്കൽ ആയിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം നാട്ടിൽ ഈ ഭീകരാക്രമണം നടക്കുന്നത് വരെ ഇപ്പം ഇന്ത്യയിലൊക്കെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന മിക്ക ഗ്രൂപ്പുകളെയും ഒരു തരത്തിൽ അവർ ഫ്രീഡം ഫൈറ്റേഴ്സിനൊക്കെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ September 11 ഭീകരാക്രമണത്തിന് ശേഷം അമേരിക്കയ്ക്ക് ഇത്തരത്തിലൊരു തിരിച്ചടി കിട്ടിയതിന് ശേഷമാണ് അമേരിക്കയും അതുപോലെ തന്നെ FATF ഒക്കെ ചേർന്നിട്ട് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മാൻഡേറ്റ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതും ടെറർ ഫിനാൻസിങ്, അതായത് ഭീകരവാദത്തിന് പണം എത്തിക്കുന്നതും ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി ഏരിയ ആയിട്ട് മാറ്റുന്നതും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഈ FATFനെ കുറിച്ച് പറയുമ്പോൾ പറയാം മണി ലോണ്ടറിങ്ങും ടെറർ ഫിനാൻസിങ്ങും ആണ് അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റഡ് ഏരിയാസ് എന്ന് പറയും. പക്ഷേ 2001 മുമ്പ് ടെറർ ഫിനാൻസിങ് ഇവരുടെ ഒരു പ്രയോറിറ്റി അല്ലായിരുന്നു എന്നറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 2012 തൊട്ട് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, അതല്ലെങ്കിൽ നമ്മൾ സർവ്വവിനാശകരായിട്ടുള്ള വെപ്പൺസ് എന്ന് പറയും. ഇപ്പോൾ ബയോളജിക്കലി, കെമിക്കൽ, ന്യൂക്ലിയർ വെപ്പൺസ്, ഇത് മൂന്നാണ് WMDs ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ WMDസിന്റെ പ്രോലിഫറേഷൻ, അതിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫിനാൻസിങ്ങിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതും ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഒരു എഫേർട്ടായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നോർത്ത് കൊറിയക്കെതിരായിട്ട് ഈ FATFന്റെ റിപ്പോർട്ടുകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി FATFന്റെ ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് അവരുടെ പ്ലീനറിയാണ്. ഈ പ്ലീനറി മീറ്റിംഗ് എല്ലാ വർഷവും 3 പ്രാവശ്യം വെച്ച് നടക്കാറുണ്ട്. ഓക്കെ, ഇനി ഈ FATF അവർ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത രാജ്യങ്ങളെ
അവർ ബ്ലാക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്നൊരു ഏർപ്പാടുണ്ട് ഇവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സാധാരണഗതിയിൽ ഈ FATF സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ആൻറ്റി മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ടെറർ ഫിനാൻസിങ്ങിനെതിരായിട്ട് കൃത്യമായിട്ട് FATF സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാത്ത രാജ്യങ്ങളെ 2 രീതിയിൽ ഇവർ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്ന് ജൂറിസ്ഡിക്ഷൻ അണ്ടർ ഇൻക്രീസ്ഡ് മോണിറ്ററിംഗ് എന്ന് പറയും, അതിനെയാണ് പോപ്പുലർലി ഗ്രേ ലിസ്റ്റ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഈ ഗ്രേ ലിസ്റ്റിൽ പെടുന്ന രാജ്യങ്ങൾ, അതായത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്ത രാജ്യങ്ങൾ, അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും നടത്താതെ വന്നാൽ FATF ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പുതുതായിട്ട് നടപടികളൊന്നും സ്വീകരിക്കാതെ, അതായത് അവരുടെ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളെ ഇവർ ഹൈ റിസ്ക് ജൂറിസ്ഡിക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഹൈ റിസ്ക് ജൂറിസ്ഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പോപ്പുലർലി വിളിക്കുക ബ്ലാക്ക് ലിസ്റ്റ് എന്നാണ്. അപ്പം നിലവിൽ ഈ FATF ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 3 രാജ്യങ്ങളാണുള്ളത്. ഒന്ന് ഇറാനും, മറ്റൊന്ന് ഡെമോക്രാറ്റിക് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെങ്കിൽ നോർത്ത് കൊറിയയും മ്യാൻമാറുമാണ്. ഇനി ഇതിന്റെ ഗ്രേ ലിസ്റ്റിൽ പെടുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പാകിസ്ഥാനൊക്കെ കുറേ കാലം ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവരെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പോളാവാരം പ്രൊജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പോളാവാരം പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 6 ഒരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പോളാവാരം പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പോളാവാരം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നിലവിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇറിഗേഷൻ മാത്രമല്ല, ഇതൊരു മൾട്ടിപർപ്പസ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ആണ്. ഇത് ഗോദാവരി റിവറിലാണ് ഈ പ്രൊജക്റ്റ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോദാവരി റിവറിനകത്ത് ആന്ധ്രാപ്രദേശിൽ വരുന്ന ഒരു എലൂരു എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റ് ഗോദാവരി എന്ന് പറയുന്ന മറ്റൊരു ജില്ലയുണ്ട്. ഈ 2 ജില്ലകളിലായിട്ടാണ് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു നാഷണൽ പ്രൊജക്റ്റ് സ്റ്റാറ്റസ് യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫണ്ടിങ്ങിന്റെ ഒരു പെർസെൻറ്റേജ്, ഒരു ഷെയർ വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്തു നിന്നും അതുപോലെ തന്നെ നബാർഡ് പോലുള്ള ഏജൻസീസിന്റെ കയ്യിൽ നിന്നുള്ള ലോണുകളായിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ പോളാവാരം പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇതിനകത്ത് ഇറിഗേഷൻ പ്രൊജക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 900 മെഗാവാട്ടിന്റെ അത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്, അതായത് ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിനും വിശാഖപട്ടണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള, വിശാഖപട്ടണത്തിന് ഇൻഡസ്ട്രിയൽ വാട്ടർ ആണ്, മറ്റുള്ള ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വെസ്റ്റ് ഗോദാവരി, കൃഷ്ണ ഡിസ്ട്രിക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറും ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഈ പ്രോജക്റ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പല മേഖലകളിലും ഇപ്പോൾ ഗ്രാജുവലി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് റിവർ ഇന്റർലിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള ചില റിവേഴ്സിൽ സർപ്ലസ് വാട്ടർ ഉണ്ടാവാറുണ്ട്. ആ റിവറിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിയെക്കാട്ടിലും കൂടുതൽ വെള്ളമുള്ള റിവേഴ്സ് ഉണ്ട്. അതേസമയം ചില റിവേഴ്സിനകത്ത് ഡെഫിഷ്യന്റ് വാട്ടർ ഫ്ലോ ഉള്ള റിവർ ഉണ്ട്, അതായത് ആ റിവറിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിയെക്കാട്ടിലും താഴെ ആവശ്യത്തിന് വെള്ളമില്ലാത്ത റിവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സർപ്ലസ് വാട്ടർ ഫ്ലോ ഉള്ള റിവേഴ്സിൽ നിന്ന് ഡെഫിഷ്യന്റ് വാട്ടർ ഫ്ലോ ഉള്ള റിവേഴ്സിലേക്ക് ഈ അധിക ജലം ഒഴുക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കനാലുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ റിവർ ഇന്റർലിങ്ക് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എലമെന്റും ഈ പോളാവാരം പ്രൊജക്റ്റിനകത്തുണ്ട്. അപ്പോൾ ഈ പോളാവാരം പ്രൊജക്റ്റിനകത്ത് സർപ്ലസ് വാട്ടർ ഫ്ലോ ഉള്ളതായിട്ട് കണക്കാക്കുന്ന ഗോദാവരി റിവറിൽ നിന്ന് ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്ത് കൃഷ്ണ റിവറിലേക്ക്, കൃഷ്ണ റിവർ ഡെഫിഷ്യന്റ് വാട്ടർ ഫ്ലോ ഉള്ള റിവറായിട്ടാണ് കണക്കാക്കുന്നത്, കൃഷ്ണ റിവറിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എലമെന്റും കൂടി, ഒരു ഇന്റർലിങ്കിങ് റിവർ പ്രൊജക്ടിന്റെ എലമെന്റും കൂടി ഈ പറയുന്ന പോളാവാരം പ്രൊജക്റ്റിലുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം 80 TMC സർപ്ലസ് ഗോദാവരി വാട്ടർ കൃഷ്ണയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചില സംസ്ഥാനങ്ങളുമായിട്ട്, ഛത്തീസ്ഗഡ് പോലുള്ള ചില സംസ്ഥാനങ്ങളുമായിട്ട് ചില തർക്കങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ടിനെ കുറിച്ചാണ്. സോ ഈ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, ആ റിപ്പോർട്ട് 2023 റിപ്പോർട്ട് അവർ റീസെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മൈനോറിറ്റീസിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഏകദേശം 69ഓളം പേജുകളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനൊക്കെ വലിയ ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിനകത്ത് ഇന്ത്യ അവർ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് രംഗത്തെതിരായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും കോൺഗ്രസിന്, അതായത് അമേരിക്കയുടെ ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റ് പോലുള്ള അമേരിക്കൻ കോൺഗ്രസിന് എല്ലാ വർഷവും സബ്മിറ്റ് ചെയ്യുന്ന ഒരു ആനുവൽ റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് 1998 US കോൺഗ്രസ് പാസ്സാക്കിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട് ഉണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ റിപ്പോർട്ട് എല്ലാ വർഷവും കോൺഗ്രസിന് സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് അവർ പ്രധാനമായിട്ടും പറയാറുള്ളത് ഈ റിലീജിയസ് ഫ്രീഡം, അതായത് രാജ്യങ്ങളിലുള്ള, ലോകത്തിലെ ഡിഫറെൻറ്റ് രാജ്യങ്ങളിലുള്ള റിലീജിയസ് ഫ്രീഡം, അതുപോലെ തന്നെ ഈ റിലീജിയസ് ബിലീഫുകൾ, പ്രാക്ടീസുകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഗ്രൂപ്പുകളുടെയോ അല്ലെങ്കിൽ മതവിഭാഗങ്ങളുടെയൊക്കെ
അവരുടെ റിലീജിയസ് ബിലീഫ്സും പ്രാക്ടീസസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗവൺമെന്റ് പോളിസീസ് ഉണ്ടെങ്കിൽ അത് വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തിനെ വയലേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് പോളിസീസിനെ കുറിച്ച്, അതുപോലെ തന്നെ US-ന്റെ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള പോളിസീസ് ഉണ്ടാകും. അതായത് മറ്റുള്ള രാജ്യങ്ങളിലെ റിലീജിയസ് ഫ്രീഡത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ ഗവൺമെന്റ് ചെയ്യുന്ന പോളിസീസ് ഉണ്ടാവും. ഈ പോളിസീസിനെ കുറിച്ചൊക്കെയാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയാം. അപ്പോൾ ഇതിനകത്ത് ഓരോ രാജ്യങ്ങളെയും പേരെടുത്ത് പറഞ്ഞ ഓരോ രാജ്യത്തിനകത്തുള്ള ഈ റിലീജിയസ് ഫ്രീഡത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്, ആ രാജ്യത്തിലെ ഗവൺമെന്റ് ഈ റിലീജിയസ് ഫ്രീഡത്തിനെ ഏതെങ്കിലും തരത്തിൽ വയലേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത്ര തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ടിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞത് ഒരു ആനുവൽ റിപ്പോർട്ടാണ്. ഇത് ഒരു വർഷത്തെ ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയുള്ള ഒരു കലണ്ടർ ഇയർ ആണ് ഈ റിപ്പോർട്ടിനകത്ത് ഉണ്ടാവുക. ഇപ്പോൾ 2023 റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 23 ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയുള്ള കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിനകത്ത് ഉണ്ടാവുക. അതുകൊണ്ടാണ് 23 റിപ്പോർട്ട് ഇപ്പോൾ ഇത്ര വൈകി അവർ പബ്ലിഷ് ചെയ്യാനുള്ള കാരണം. ഇനി റിലീജിയസ് ഫ്രീഡമായിട്ട് ബന്ധപ്പെട്ട് US ഗവൺമെന്റിന്റെ മറ്റൊരു ഏജൻസി കൂടി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട്. ആ റിപ്പോർട്ടിൽ നിന്ന് ഒരു ഡിഫറൻ്റ് ആണ് ഈ റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കി. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ സെയിം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു അമേരിക്കയിലുള്ള ഒരു ബൈപാർട്ടിസാൻ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏജൻസി ഉണ്ട്. അതിന്റെ പേരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം, അല്ലെങ്കിൽ USCIRF എന്ന് പറയുന്നത്. ഇവരും ഇതിന് സമാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുണ്ട്. ആ റിപ്പോർട്ടിൽ നിന്ന് ഇത് ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിനെ കുറിച്ചാണ്. സോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കുള്ള അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനുള്ള വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് 28% ഉയർത്തിയതായിട്ടുള്ളൊരു വാർത്ത, RBI ഉയർത്തിയതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 13 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുന്നത് 1997 RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പററി അഡ്വാൻസ് ഫോർമുലയാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കോ സെൻട്രൽ ഗവൺമെന്റിനൊക്കെ അവരുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സിനകത്ത് വരുന്ന മിസ്മാച്ചുകൾ ഉണ്ടാവും. ആ മിസ്മാച്ചുകളൊന്ന് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് RBI കൊടുക്കുന്ന അഡ്വാൻസ് ആണ്. അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോൺ പോലെ തന്നെ കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ആണ് വെയ്സ്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റിയാണ് ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫെസിലിറ്റിയാണ്. ഓരോ സംസ്ഥാനത്തിനും യൂണിയൻ ഗവൺമെന്റിനൊക്കെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിന് വിഡ്രോ ചെയ്യാവുന്നുണ്ടാവും. പക്ഷേ ആ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് അവർ ഇൻട്രസ്റ്റ് അടക്കണം. അപ്പോൾ ഇതൊരു ടെമ്പററി മെഷറാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് പെട്ടെന്ന് തിരിച്ചടക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പണ്ട് ഈ ഇത്തരത്തിലുള്ള സെയിം പർപ്പസിന് വേണ്ടിയിട്ട് RBI ചെയ്തുകൊണ്ടിരുന്നത് ഒരു അഡ്ഹോക്ക് ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നിർത്തലാക്കിക്കൊണ്ട് 97 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്, അല്ലെങ്കിൽ WMA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് RBI ആക്ടിന്റെ 1934 RBI ആക്ടിന്റെ സെക്ഷൻ 17 ക്ലോസ് 5 അനുസരിച്ചാണ് ഈ കാര്യം RBI ചെയ്യുന്നത്. ഈ സെക്ഷൻ 17 ക്ലോസ് 5 പറയുന്നത് RBIക്ക് സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ടെമ്പററി ആയിട്ടുള്ള അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ കൊടുക്കുന്ന അഡ്വാൻസസ് 3 മാസത്തിനകത്ത് ഇവർ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിന്റെയും കാലാവധി എന്ന് പറയുന്നത് 90 ദിവസമാണ്. 90 ദിവസത്തിനകത്ത് ഈ വിഡ്രോ ചെയ്ത പണം ഈ ഗവൺമെന്റുകൾ RBIക്ക് തിരിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവർ ഇൻട്രസ്റ്റും കൂടി പേ ചെയ്യണം. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് എത്രയാണോ, കറണ്ട് റിപ്പോ റേറ്റ് എത്രയാണോ അതാണ് ഇതിന് പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് 90 ദിവസത്തിനകത്ത് തിരിച്ചടക്കണം എന്നുണ്ട്. ഇനി ഇത് 90 ദിവസത്തിൽ കൂടുതൽ ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ, 90 ദിവസമായിട്ടും ഇത് തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ, ഇത് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ റിപ്പോ റേറ്റിന്റെ പുറമെ ഒരു 2% അഡീഷണൽ ആയിട്ട്, ഇപ്പോൾ 4% റിപ്പോ റേറ്റ് എങ്കിൽ ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിന് ഈ പറയുന്ന 4% ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. പക്ഷേ അത് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ 6% അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. ഇനി ഇതൊരു സെയിം ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ തിരിച്ചടക്കുന്ന ഒരു അഡ്വാൻസ് ആയതുകൊണ്ട് തന്നെ FRBM ആക്ടിന്റെ പരിധിയിൽ, അല്ലെങ്കിൽ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ ഇത്തരത്തിൽ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന പണം ഉൾപ്പെടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ചാണ്. ഇപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നിലധികം തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്നത്തെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വാർത്തകൾ ഈ NTA അതുപോലെ തന്നെ UGC നെറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നീറ്റ് എക്സാമിനെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് വീണ്ടും നമ്മൾ NTA കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടത്തുന്ന ചില കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നാഷണൽ ലെവൽ ഏജൻസിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നീറ്റ്, GE, അതുപോലെ തന്നെ CTET, ഗേറ്റ്, GPAT, GMAT, CAT, UGC നെറ്റ് ഇതൊക്കെ നടത്തുന്നത് ഇവരാണ്. 2017
ഈ NTA അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഇതൊരു ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ നിലവിലെ അവസ്ഥയിൽ ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാൻഡിഡേറ്റ്സിൻ്റെ കോമ്പിറ്റൻസി ഒക്കെ അസസ് ചെയ്യുന്ന രീതിയിലുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇനി ഇവരുടെ ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടെസ്റ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കാൻ പറ്റുന്ന പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കുക. അതുപോലെ ഈ ടെസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൂൾ ഓഫ് എക്സ്പേർട്സിനെ, എസ്പെഷ്യലി ഒരു സ്ട്രോങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൾച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൂൾ ഓഫ് എക്സ്പേർട്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇത്തരത്തിലുള്ള ടെസ്റ്റിങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ്, അഡ്വൈസറി സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള ടെസ്റ്റിങ്ങുകൾ നടത്തുന്ന ഇന്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗ് സർവീസ് പോലുള്ള ഇന്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളോ മിനിസ്ട്രീസോ മറ്റേതെങ്കിലും ഇത്തരത്തിലുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസീസിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഗവേണൻസ് എന്ന് പറയുന്നത് ഇതൊരു എമിനന്റ് എഡ്യൂക്കേഷനിസ്റ്റ് ആണ് ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുക. അത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ് ഈ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഇവർക്കൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും. ആ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ഇവരുടെ ഡയറക്ടർ ജനറലും കൂടി ആയിരിക്കും. അവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പിന്നെ ഇത് കൂടാതെ ഒരു ബോർഡ് ഓഫ് ഗവേണേഴ്സ് ഉണ്ടാവും. ആ ബോർഡ് ഓഫ് ഗവേണേഴ്സ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്ന യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉൾപ്പെടുന്നതാണ് ഈ ബോർഡ് ഓഫ് ഗവേണേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.